അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് കപ്പി കാച്ചേ അതേപോലെ തന്നെ നമ്മൾ തേങ്ങ ചേർക്കുകയൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. സാധാരണ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് വരും. പക്ഷേ ഈ ഒരു വട്ടയപ്പത്തിൽ ഒരു 4-5 ദിവസം വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കേടാവുകയും ചെയ്യില്ല. കാരണം നമ്മൾ തേങ്ങ ഒന്നും ചേർക്കണില്ലല്ലോ. പക്ഷേ തേങ്ങ ചേർത്താൽ വട്ടയപ്പം ഉള്ളതെന്ന് ഒട്ട് പറയില്ല. അത്ര നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് 2 കപ്പ് പച്ചരിയാണ്. അത് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി മധുരം കൂടുതലാണ് വേണ്ടതെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഞാൻ ഒരു കപ്പ് വെള്ള അവിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവലെടുക്കുമ്പോൾ എപ്പോഴും നല്ല വെള്ള അവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പോഴും നമുക്ക് ഈ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ കിട്ടുള്ളൂ. ചുവപ്പ് അവൽ എടുക്കാം, പക്ഷെ എന്നാലും ആ ഒരു കളർ കിട്ടൂല. വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എടുക്കാം, പക്ഷെ കുറച്ചുകൂടെ നല്ലത് വെള്ളവിലായിരിക്കും. അതേപോലെ തന്നെ വെള്ളവിലിന് പകരമായിട്ട് നമുക്ക് സാധാരണ ചോറില്ലേ, കുക്ക് ചെയ്ത ചോറും ഇതിന് പകരമായിട്ട് ചേർക്കാം. ഈ ഒരളവിൽ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അപ്പം എപ്പോഴും നമ്മൾ അത് അരക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് 1 മണിക്കൂർ തൊട്ട് 1 തൊട്ട് 1.5 മണിക്കൂർ വരെ അടച്ചു മൂടി വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂർ തന്നെ മതിയാകും. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു വെക്കാം. നോക്കി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി പുറത്തേക്ക് പോയിട്ടുണ്ട് കുറച്ച്. അതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് ഇത് കാണാൻ വേണ്ടി. അത്ര നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മാവ് ഇങ്ങനെ ഇളക്കണ സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് ഇളക്കരുത്. നമ്മൾ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ പതയൊക്കെ താഴ്ന്നു പോകും. ഇനിയാണ് 3-4 ദിവസം കേടാവാതെ അതേപോലെ തന്നെ ആ സോഫ്റ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചേർക്കണ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ബേക്കിംഗ് പൗഡർ. അതൊരു 1/2 ടീസ്പൂൺ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാവിൽ നിന്ന് കുറച്ച് മാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച്, അല്ലാതെ ബേക്കിംഗ് പൗഡർ ഒരുമിച്ച് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയിട്ട് കിടക്കും. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതായത് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഈസ്റ്റ് ചേർക്കണ ആ സമയത്തല്ല, ഫെർമെൻറ്റേഷന് വെക്കണ സമയത്തല്ല ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് വട്ടയപ്പം ഉണ്ടാക്കണ സമയത്താണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്.
ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിയിൽ ഒരു സ്റ്റീൽ കിണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തടവിയായിട്ടാണ് വെച്ച് കൊടുത്തേക്കണത്. ഇനി നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇഡ്ഡലി തട്ട് ആദ്യം ഒന്ന് ചൂടാക്കണം. അതായത് ആ വെള്ളം ഒന്ന് ചൂടാക്കണം. അതിന് ശേഷം വേണം നമ്മളെപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഇത്. ഒന്ന് ആദ്യം ചൂടാക്കണം. അതിന് ശേഷം വേണം വട്ടയപ്പം നല്ല കിണ്ണത്തപ്പം ഏത് ആവിയിൽ ഉണ്ടാക്കണ അപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചെയ്തെടുക്കണം. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം ഒന്ന് ആ വെള്ളം ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളെടുക്കണ പാത്രത്തിൻ്റെ പകുതി വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് പൊന്തി വന്നോളും. അപ്പം എപ്പോഴും പകുതി വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിണ്ണത്തിൽ നിന്ന് മാറ്റാം. നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം. അത് പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും. കാരണം പിന്നെ നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പമാണിത്. നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എത്രക്ക് സോഫ്റ്റാണെന്നുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു വരും. അതേപോലെ പിന്നെ ചൂടോടുകൂടെ ചെയ്യരുത്. ചൂടോടുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാനും നോക്കരുത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇത് കിട്ടില്ല. കാരണം ആവിയിൽ വേവിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശരിക്കുള്ള ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ചൂടാറിയതിന് ശേഷം വേണം കിണ്ണത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ എത്ര സ്പോഞ്ചിയാണെന്നുള്ളത്. ഇത് ഞാൻ ചൂടോടുകൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ കാണിച്ചപ്പോഴാണ് ആ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിയേക്കണ പോലെ ഇതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ചൂടോടുകൂടെ നമ്മൾ ചെയ്യരുത്. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എടുക്കാനും അതേപോലെ തന്നെ പാത്രത്തിൽ നിന്ന് എടുക്കാനും അതേപോലെ തന്നെ മുറിച്ചെടുക്കാനും. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ബേക്കറി കടയിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള വട്ടയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് പുതിയ വിഭവങ്ങളായിട്ട് അതേപോലെ തന്നെ എളുപ്പമുള്ള വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.